കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനോടൊപ്പം വേദി പങ്കിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെ വീണ്ടും നടപടിയുമായി NSS. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി. ഇന്നലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പാലായിൽ നടന്ന LDF പ്രചാരണ പരിപാടികളിലാണ് CP ചന്ദ്രൻ നായർ പങ്കെടുത്തത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഇപ്പോൾ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ NSS നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഒരു ആരോപണം ഗണേഷ് കുമാറിന് ഇല്ലാത്ത എന്തു കുഴപ്പമാണ് ചന്ദ്രൻ നായർക്കുള്ളത് എന്നാണ്. കൂടാതെ ഇടത് സ്വതന്ത്ര കൗൺസിലറായി അവിടെ പാലാ നഗരസഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ് ചന്ദ്രൻ നായർ. ആ ഘട്ടത്തിൽ ഇല്ലാത്ത എന്ത് അതൃപ്തിയാണ് ഇപ്പോൾ NSS നേതൃത്വത്തിന് ചന്ദ്രൻ നായരോടുള്ളത്? വേണു, ഈ മീനച്ചിൽ താലൂക്ക് യൂണിയനിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർത്തി. അതാണ് ആ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടപടിയിലേക്ക് NSS എത്തിയത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ നാൾ സുകുമാരൻ നായരുമായി സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മീനച്ചിൽ താലൂക്കിലുള്ള യൂണിയനിലുള്ള ചില ആളുകൾ ഈ ഒരു നടപടിയെ തുടർന്ന്, പ്രസിഡന്റിന്റെ ഈ നടപടിയെ തുടർന്ന് അവർ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഈ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തോട് രാജി എഴുതി വാങ്ങിയത് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പുറത്ത് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്നും ഇദ്ദേഹത്തെ നീക്കുന്ന ഒരു നടപടിയിലേക്ക് വന്നു. അത് ഈ പ്രതിഷേധം, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അതിൽ എടുത്തു പറയേണ്ടത് സമദൂര നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായി നിന്ന ഒരാളെന്ന നിലയിലാണ് ഈ ഒരു നടപടി എന്നാണ്. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ NSSലുണ്ട്. അവർക്കൊക്കെ ഇല്ലാത്ത, അവരോടൊന്നും കാണിക്കാത്ത തരത്തിലുള്ള ഒരു പ്രശ്നം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധം യൂണിയനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണ് നടപടി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വേണം. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.